കരുത്ത് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാം. ആരും നമുക്ക് ചെയ്തു തരൂല. അത് നോ പറയേണ്ട സമയത്ത് എനിക്കത് വേണ്ട, എനിക്കത് ചെയ്യാൻ പറ്റൂല എന്നുള്ള കരുത്തോടു കൂടി നോ പറയാൻ നിങ്ങൾ ഓരോ കുട്ടികളും വിദ്യാർത്ഥികളും പഠിക്കണം. അവിടെയാണ് നിങ്ങളുടെ വിജയം, അവിടെയാണ് നിങ്ങൾ ജയിക്കുന്നത്. അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ നമ്മുടെ അടുത്ത് എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറയുമ്പോ എനിക്ക് തിരിച്ചും നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് പോകേണ്ട തരത്തിലേക്കല്ല നമ്മൾ പോകേണ്ടത്. അല്ലെങ്കിൽ ആരെങ്കിലും ചിലപ്പോൾ ഒരു ഡ്രഗ്സ് ആയിട്ട് മിഠായോ അല്ലെങ്കിൽ പൗഡർ എന്തെങ്കിലും തന്നാൽ ഞാനത് വാങ്ങാം എന്നുള്ള തരത്തിലേക്കല്ല നമ്മൾ പോകേണ്ടത്. അതെനിക്ക് പറ്റൂല, ഞാനത് പഠിച്ചിട്ടില്ല, എനിക്ക് എന്റെ മാതാപിതാക്കൾ പഠിപ്പിച്ച് തന്നിട്ടില്ല എന്നുള്ള തരത്തില് എനിക്കത് കഴിയൂല എന്ന് പറയാനുള്ളൊരു കരുത്ത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത് മാത്രമാണ്. അവിടെയാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ജയിക്കുന്നത്. ഉമ്മമാരുടെ അടുത്തുനിന്ന് ചിലപ്പോൾ സ്നേഹം കിട്ടുമ്പോൾ നമുക്ക് ദേഷ്യമായിരിക്കും, ഈ ഉമ്മന്ന് പേക്കാനാണ് നിങ്ങളിപ്പോ ഓരോ സ്നേഹം. ഇന്നിപ്പോ ചിലപ്പോ ക്ലാസ് കഴിഞ്ഞാൽ ചിലപ്പോ ഉമ്മമാരൊക്കെ മക്കളോട് ഭയങ്കര സ്നേഹമായിരിക്കും. ഞാൻ ഇന്ന് പോയി സ്നേഹിക്കട്ടെ, ഞാൻ എന്റെ മോളും അല്ലെങ്കിൽ മോനെ പോയി ഒന്ന് സ്നേഹിക്കട്ടെ. ആ സ്നേഹമല്ല വേണ്ടത്, ജീവിതം മൊത്തങ്ങൾ ആ സ്നേഹം കൊടുക്കുകയും ഇന്നൊരു ദിവസത്തിന് മാത്രമായിട്ട് ഒതുക്കരുത്. അത് സ്നേഹം നിങ്ങൾ എത്രത്തോളം കൊടുത്തത് നിങ്ങളുടെ മക്കളാണ്, നിങ്ങളുടെ സ്വന്തം മക്കളാണ്. ആ സ്വന്തം മക്കളോട് നിങ്ങൾക്ക് വേണ്ട കരുതലൊക്കെ നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കണം. കാരണം നിങ്ങളാണ് തണല്. എനിക്ക് എന്റെ ഉമ്മാനോട് പറയണം, എനിക്ക് ഉപ്പാനോട് പറയണം, എന്റെ എന്ത് പ്രശ്നങ്ങൾ വന്നാലും പറയാനുള്ള ഒരു കരുത്ത് അല്ലെ ആ ഒരു സംഭവം മക്കൾ ക്രിയേറ്റ് ചെയ്യണം. ആ ഒരു സ്നേഹം ബോണ്ട് ക്രിയേറ്റ് ചെയ്യണം. ആ സമയത്താണ് നിങ്ങൾ ഓരോരുത്തരും വിജയം വരുന്നത്. തുടങ്ങൂലേ? മക്കളെ സ്നേഹിക്കാൻ തുടങ്ങൂലേ? കരുതല് കൊടുക്കാൻ തുടങ്ങൂലേ? രക്ഷിതാക്കളെ നൽകി നിങ്ങളുടെ ബാധ്യത അതല്ലേ? അപ്പൊ എന്ത് ചെയ്യാ? അതിലേക്ക് മെല്ലെ മെല്ലെ അടുത്ത് തുടങ്ങാം. പിന്നെ രക്ഷിതാക്കൾ പറഞ്ഞ റിലീജിയസ് ആയിട്ട് ചിലപ്പോ ചില കുട്ടികള് ഇപ്പോഴത്തെ എന്റെ അടുത്തൊരു പാരന്റ് വന്നിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞതൊന്നും കേൾക്കുന്നില്ല, പക്ഷെ മിൻഹയുടെ ഒരു ക്ലാസ് കേട്ടാ ചിലപ്പോ ആള് ഭയങ്കരമായിട്ട് മാറെന്ന് പറഞ്ഞു. അതിൽ രണ്ടിലും വ്യത്യാസമുണ്ട് കേട്ടോ. മിൻഹ പറയുന്നതും രക്ഷിതാക്കൾ പറയുന്നതും വ്യത്യാസമുണ്ട്. മിൻഹ പറയുന്നതും രക്ഷിതാക്കളും പറയുന്ന വ്യത്യാസമുണ്ട്. മിൻഹ പറയുന്നത് എന്താ വെച്ചാൽ ഇപ്പോഴത്തെ ഒരു ജനറേഷനിലൂടെ മിൻഹ അങ്ങനെ പറയും. പക്ഷെ രക്ഷിതാക്കൾ എന്താ വെച്ചാൽ ചിലപ്പോ നമ്മൾ ആ ദേഷ്യത്തോടു കൂടി ഇങ്ങനെ കുറെ കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കും. നീ അത് നീ അത് ചെയ്തില്ലെങ്കിൽ നിനക്ക് അതാണ് ഇതാണ് എന്നൊക്കെ പറയും. പക്ഷെ ഈ സമയത്തൊന്നും കേൾക്കാൻ വലിയ താല്പര്യം ഉണ്ടാവില്ല. ഇത് പറയുന്ന തമ്മിൽ മാറ്റമുണ്ട്. വളർത്തലുണ്ട്, വാർത്തെടുക്കലുണ്ട്. വളർത്താൻ ചിലപ്പോ മക്കൾ ഇങ്ങനെ വളർന്നു വരും, പക്ഷെ ആ മക്കള് തന്നെ വാർത്തെടുക്കാൻ ഭയങ്കര പാടാ. നല്ല രീതിയിൽ ആ മകളെ അല്ലെങ്കിൽ മകനെ വാർത്തെടുക്കാൻ ഭയങ്കര പാടാ. വാർത്തെടുക്കുമ്പോഴാണ് നിങ്ങൾ വിജയിക്കുന്നത്. വളർത്താൻ മക്കൾ ഇങ്ങനെ ഫുഡ് കഴിച്ച് മക്കൾ ഇങ്ങനെ വളർന്നു പോവാൻ ഏജ് ഇങ്ങനെ കൂടും. പക്ഷെ ആ മക്കൾ നല്ല രീതിയിൽ ആ കുട്ടിയുടെ ഇഷ്ടപ്പെട്ട രീതിയിൽ ആ ഒരു കരിയറിൽ അല്ലെങ്കിൽ ആ ഒരു ജോബിൽ എത്താൻ വേണ്ടി അവരെ വാർത്തെടുക്കുന്നത് തന്നെയാണ് നമ്മൾ വിജയിക്കുന്നത്. അവിടെയാണ് നമ്മുടെ പവർ എന്ന് പറയുന്നത്. അതിന് ഓരോ ഇവിടെ ഇരിക്കുന്ന രക്ഷിതാക്കൾക്കും പറ്റണം എന്ന് തന്നെയാണ്. അവർക്ക് വേണ്ടിയുള്ള സപ്പോർട്ട് നൽകുക, സ്നേഹം നൽകുക. സ്നേഹം വീണ്ടും വീണ്ടും എന്റെ വായിൽ വന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്തുകൊണ്ടാന്നറിയില്ല. വേണ്ടത് അതാണ് മക്കൾക്ക്. ഇനിയുള്ള കുട്ടികൾക്ക് വേണ്ടത് അതാണ്. നമ്മളിങ്ങനെ പറയും ഫോൺ ഉപയോഗിക്കല്ലേ, ഫോൺ ഉപയോഗിച്ചോട്ടെ. ആ ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് ഒരു ലിമിറ്റ് വെക്കുക. ഇത്ര സമയത്തേക്ക് നീ ഫോൺ ഉപയോഗിച്ചോ, അത് കഴിഞ്ഞിട്ട് നീ ഫോൺ മാറ്റി വെച്ചോ. കംപ്ലീറ്റ്ലി ഫോൺ എന്നുള്ള തലത്തിലേക്ക് നിങ്ങൾ പോകണ്ട. ഇനിയിപ്പോ മക്കളെ ചിലപ്പോ നല്ല രീതിയിൽ ഞാൻ ഇൻഷാ അല്ലാഹ് ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഒരു സംരംഭം തുടങ്ങുന്നുണ്ട്. ഒരുപാട് രക്ഷിതാക്കളുടെ കാര്യങ്ങൾ പ്രകാരം, ഒരുപാട് രക്ഷിതാക്കളുടെ റിക്വസ്റ്റ് പ്രകാരമാണ് തുടങ്ങുന്നത്. എങ്ങനെയെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, മക്കളെ രാവിലെ എണീപ്പിക്കുക, രാവിലെ ഒരു റുട്ടീനിലേക്ക് എത്തിക്കുക എന്നത് മാത്രമാണ് എന്റെ ലക്ഷ്യം. അപ്പൊ അത് വെച്ചിട്ടുകൊണ്ട് തന്നെ രാവിലെ എണീറ്റിട്ട് അവർക്ക് ഞാനൊരു സെഷൻ കൊടുക്കുന്നുണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ രാത്രി അവർക്ക് വേണ്ടി ഒരു സെഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കും. എങ്ങനെ ജീവിതത്തിൽ നല്ലൊരു വിജയം കൈവരിക്കാം എന്നുള്ള തരത്തിൽ കുട്ടികളെ നല്ല രീതിയിൽ ഒരു റുട്ടീനിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇൻഷാ അല്ലാഹ് ഞാനൊരു സംരംഭം തുടങ്ങുന്നുണ്ട്. മക്കളൊക്കെ ജോയിൻ ചെയ്യിപ്പിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യുക. അതിന്റെ ഒഫീഷ്യലായിട്ടുള്ള പോസ്റ്ററും കാര്യങ്ങളൊന്നും ഇറങ്ങിയിട്ടില്ല. കുറച്ച് കഴിഞ്ഞിട്ട് തുടങ്ങുന്നുണ്ട്. കാരണം രക്ഷിതാക്കളുടെ നിർബന്ധ പ്രകാരം മാത്രം സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. മക്കളെ റുട്ടീനിലേക്ക് എത്തുന്നില്ല എന്ന് പറയും. അവളുടെ ഇഷ്ടം എന്താന്ന് എനിക്കറിയില്ല. ചില മക്കൾക്ക് പോലും അവർക്ക് എന്താവേണ്ടെന്നുള്ളത് ഒരു ഐഡിയ ഉണ്ടായിരിക്കില്ല. എനിക്ക് എന്താവേണ്ടേ എനിക്ക് അറിയില്ല എന്ന് പറയും. അപ്പൊ അവരുടെ അടുത്തൊന്ന് ഇരിക്കി സംസാരിക്കുക, അവരാരാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു സമയം അവർക്ക് വേണ്ടി നൽകുക എന്നുള്ളത് മാത്രമാണ്.
പറയാൻ വേറെ ഒന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, മക്കൾക്ക് വേണ്ട സപ്പോർട്ടുകൾ നൽകുക. എന്താണ് ഇഷ്ടം എന്ന് മനസ്സിലാക്കാനുള്ള ഒരു മനസ്സ് രക്ഷിതാക്കൾക്ക് നൽകുക. ആ കുട്ടിയുടെ ഇഷ്ടം എന്താണ്, ആ കുട്ടി ഏതിലേക്കാണ് പോകേണ്ടത് എന്നുള്ളടത്ത് അവരുടെ അടുത്ത് തന്നെ ചോദിക്കാം. ഇപ്പൊ ഞാൻ ഈ വേദിയിൽ സംസാരിക്കുന്നുണ്ട്, എനിക്ക് ഒരുപാട് നെഗറ്റീവ്സ് വരാറുണ്ട്, എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ നേരിടാറുണ്ട്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയതുകൊണ്ട് നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മൊത്തം അങ്ങനെ കാണുന്നോണ്ടിരിക്കുന്നതാണ്. അപ്പൊ അതിലൊന്നും ഞാൻ തളരുന്നില്ല, അല്ലെങ്കിൽ എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. കാരണം ഞാൻ അങ്ങനെ വളർന്നു വന്നത് സ്റ്റൈൽ വേറെയായിരുന്നു. എന്റെ മാതാപിതാക്കൾ എന്നെ വളർത്തിയത് അങ്ങനെയായിരുന്നു. എന്റെ ഉപ്പിയമ്മയും ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ, ഈ വേദിയിൽ തന്നെ നിങ്ങളുടെ കൂടെ തന്നെ ഇരിക്കുന്നുണ്ട്, ഈ ക്ലാസ് കേൾക്കാനായിട്ട്. പക്ഷെ അവരേത് വേദിയിൽ പോയാലും ഞാൻ അവരെ കുറിച്ച് പറയാറുണ്ട്. കാരണം എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസും എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ആയിട്ടുള്ള അവരാണ്. ഞാൻ ഈ വേദിയിൽ സംസാരിക്കാൻ കാരണം തന്നെ അവരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏത് വേദി പോയാലും, ഏത് വലിയ സ്റ്റേജിൽ പോയാലും, എത്ര വലിയ ചെറിയ സ്റ്റേജിൽ പോയാലും ഞാൻ അവരെ കുറിച്ച് പറയാറുണ്ട്, അവരെന്റെ കൂടെ പോകാറുണ്ട്. ഇത്രയേ ഉള്ളൂ. ഞാൻ അവരെ കുറിച്ച് നിങ്ങളുടെ മക്കള് നിങ്ങളുടെ അഭിമാനത്തോടെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ആ ഒരു പാരന്റിങ് സ്റ്റൈലുണ്ട്, അവിടെയാണ് നമ്മൾ വിജയിക്കുന്നത്. നമ്മളെ മെല്ലെ ഇങ്ങനെ വൈൻഡപ്പ് ചെയ്യും. ഇതിന് മുൻപായിട്ട് കുറച്ചുകൂടി കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ മെല്ലെ ഇങ്ങനെ വൈൻഡപ്പിലേക്ക് കടക്കാം. അറബിയിൽ പറയുന്നുണ്ട് അൽ ഉമ്മു മദ്രസത്തുൻ എന്ന് പറയാറുണ്ട്. അൽ ഉമ്മു മദ്രസത്തുൻ, ഒരു ഉമ്മ എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് പറയാറുണ്ട്. ഒരു വീട്ടിലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഒരു ഉമ്മ, ഒരു സ്കൂളാണ്. ഈ വിദ്യാർത്ഥികളുടെ ആദ്യത്തെ സ്കൂൾ എന്ന് പറയുന്നത് അവരുടെ സ്വന്തം വീടാണ്, അല്ലേ? അൽ ഉമ്മു മദ്രസത്തുൻ, എന്റെ ഉമ്മ ഒരു വിദ്യാലയമാണ്, അല്ലെങ്കിൽ എന്റെ ഉമ്മയാണ് ഒരു വിദ്യാലയം. ആ വിദ്യാലയത്തില് മക്കളെ നന്നായിട്ട് വാർത്തെടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു ഉമ്മമാരെ നിലക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ലേ? ആ മക്കളെ നല്ല രീതിയിൽ വളർത്തുക. എന്റെ മോളാണ്, അപ്പൊ എങ്ങനെയൊക്കെ വളർന്നോട്ടെ, അതൊക്കെ അങ്ങനെ വളർന്നു പോയിക്കോളും എന്നുള്ള തരത്തിലല്ല. എന്റെ മകളാണ് അല്ലെങ്കിൽ എന്റെ മകനാണ്, അവനെ നല്ല രീതിയിൽ വളർത്തുന്നത് എന്റെ ബാധ്യതയാണ്. നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ കുഞ്ഞു പറയുന്നത് അത്രയും പ്രഷ്യസ് ആയിട്ടുള്ള ദൈവം തരുന്ന ഒരു അനുഗ്രഹമാണ്. ആ മക്കളെ നിങ്ങൾക്ക് നല്ല രീതിയിൽ വളർത്താൻ സാധിക്കാൻ പറ്റണം. റബ്ബനെ പറയുന്നുണ്ട്, ഹദീസിൽ പറയുന്നുണ്ട്, ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും ആദ്യം ആരെയാണ് സ്നേഹിക്കുന്നത് ചോദിക്കുന്നുണ്ട്. റസൂലിന്റെ അടുത്തൊരു ഒരു സഹാബി വന്നിട്ട് ആ സമയത്ത് റസൂൽ പറയുന്നുണ്ട് ആദ്യം നീ സ്നേഹിക്കണം എന്റെ ഉമ്മയാണ്. വീണ്ടും ചോദിക്കുന്നുണ്ട്, വീണ്ടും ആരെയാണ് സ്നേഹിക്കേണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്തും പറയുന്നത് ഉമ്മയാണെന്ന് പറയുന്നുണ്ട്. വീണ്ടും ആരെയാണ് സ്നേഹിക്കുന്നത് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് റസൂൽ പറയുന്നുണ്ട് ഉമ്മയെ സ്നേഹിക്കണം എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടെന്ന് ചോദിച്ചു, അത് കഴിഞ്ഞിട്ട് നിന്നെ വാപ്പാനെ സ്നേഹിക്കണം എന്ന് പറഞ്ഞു. നോക്കിയ വീട്ടില്, അതായത് നമ്മുടെ ഉമ്മമാർക്ക് അത്രയും ഇമ്പോർട്ടൻസ് ആണ് ഖുർആനായിക്കോട്ടെ റസൂലായിക്കോട്ടെ നമുക്ക് വേണ്ടി തരുന്നത്. കാരണം എന്താ? വെറുതെ തരൂലല്ലോ. കാരണം എന്താ? കാരണം എന്ന് പറയുന്നത് ഉമ്മമാരുടെ കയ്യിലാണ് ആ മക്കളുള്ളത്. ഈ ഉമ്മമാരുടെ കയ്യിൽ ചിലപ്പോ വാപ്പന്മാരെ പോകട്ടോ, എന്റെ വലുതാണ് ഇയാണല്ലോ. ഇപ്പൊ കുട്ടി എന്തെങ്കിലും വടക്കായാലും കുട്ടി എന്തെങ്കിലും തെറ്റായിട്ട് ചെയ്താലേ ഉമ്മമാര് പറയും ഇയാണ് കാരണം, ഇയാണ് ഓള് വളർത്തിയതെന്ന് പറഞ്ഞിട്ട് ഉപ്പമെല്ലാം ഇങ്ങനെ സ്കൂട്ടാവും. അങ്ങനെ സ്കൂട്ടാവാനുള്ള ബാധ്യത ഉപ്പാക്കും ഇല്ല. തെറ്റ് കണ്ടാൽ തിരുത്തേണ്ട ബാധ്യത ഉപ്പാക്കും ഉണ്ട്. പാരന്റിങ് എന്ന് പറയുന്നത് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോണം. ഉപ്പി എമ്മയും കൂടി ചേർന്നിട്ട് കൊണ്ടുപോകണം. തെറ്റ് ചെയ്താൽ തെറ്റാണ് മോളെ, അത് തെറ്റ് ചെയ്താൽ ഇങ്ങനെ കാര്യങ്ങളുണ്ട് എന്ന് പറയേണ്ട ഒരു മനസ്സ് അവരുടെ ക്രിയേറ്റ് ചെയ്യണം. മക്കളെ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അത് സാരമില്ല, അതെങ്ങനെയാണ് പോയിക്കോളും. പിന്നെ ആ തെറ്റ് ചെയ്തുകൊണ്ട് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും, അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. കാരണം നിങ്ങൾ എന്ത് പറയുന്നില്ല, നിങ്ങളത് തെറ്റാണെന്ന് പറഞ്ഞ് മനസ്സിലായി കൊടുക്കുന്നില്ല. അത് മനസ്സിലായി കൊടുക്കാത്തോളം കാരണം അതിങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. നേരെ മറിച്ച് അതൊരു തെറ്റാണ്, നീ ചെയ്തത് തെറ്റായി പോയി, നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ കുട്ടിയുടെ മനസ്സിൽ തന്നെ വരും. ഞാൻ ഇന്ന് കംപ്ലീറ്റ്ലി പറഞ്ഞത് പാരന്റിങ് സ്റ്റൈലാണ്. രക്ഷിതാക്കളെടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ജനറേഷൻ, ഇപ്പത്തെ ജനറേഷന്റെ അടുത്താ. അതുകൊണ്ട് ഞാൻ ഇപ്പത്തെ ജനറേഷന്റെ അടുത്ത് ഈ വീഡിയോയിൽ ഒന്നും പറയുന്നില്ല. കാരണം ഇനി അഥവാ ഇത് വൈറലാവുന്നുണ്ടെങ്കിൽ പാരന്റ്സിന്റെ അടുത്ത് എനിക്ക് മാത്രമേ പറയാനുള്ളൂ. കാരണം ആ വീഡിയോ വൈറലായിട്ടുണ്ടെങ്കിൽ നീ പെൺമക്കൾക്ക് കാണിച്ചു കൊടുക്കും, പെൺമക്കൾ ഇത് കാണട്ടെ, പെൺമക്കൾ ഇത് കണ്ട് പഠിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ്.
പെൺമക്കൾ ഇത് കണ്ട് പഠിക്കുന്നതിന് മുൻപ് ആ പെൺമക്കളോട് അല്ലെങ്കിൽ ഈ പെണ്ണെന്നല്ല ഞാനിങ്ങനെ ആവാൻ കാരണം എന്റെ മാതാപിതാക്കളാണ്. വളർത്തിയ സ്റ്റൈലുണ്ട്, അതാണ് ഞാൻ ശരീരത്തിലുണ്ടായിരുന്നത്. ചെറുപ്പം മുതലേ പറഞ്ഞു കൊടുക്കുക, നീ ഇതൊക്കെ ചെയ്യണം, നീ ഇതൊക്കെ ചെയ്താൽ നിനക്ക് ഇത്ര കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ആ സമയത്ത് കിട്ടുന്ന ഒരു സന്തോഷം വേറെ തന്നെയാണ് കേട്ടോ, സത്യമായിട്ടും. ചെറുപ്പം മുതലൊക്കെ ചിലപ്പോ ദേഷ്യം വരും. സ്റ്റുഡൻസിന്റെ അടുത്തേക്ക് പറയാനുള്ളത്, ചിലപ്പോ തട്ടിടാനൊക്കെ പറഞ്ഞ ഭയങ്കര ദേഷ്യകാരം. തട്ടിടാനൊക്കെ ഉപ്പിയമ്മ അങ്ങനെ പറഞ്ഞോണ്ടേയിരിക്കും, ദേഷ്യം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും മനസ്സിൽ. ഈ ഉമ്മാക്ക് എന്താ വേറൊന്നും പറയാനില്ലേ, ഈ ഉപ്പാക്ക് എന്താ വേറൊന്നും പറയല്ലേ, തട്ടിടലൊക്കെ എന്റെ ഇഷ്ടമല്ലേ എന്നൊക്കെ തോന്നും. അല്ലെ എങ്ങനെ നടക്കണം എന്നുള്ളത് എന്റെ ഇഷ്ടമല്ല, അത് ഉമ്മ പറയേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ തോന്നും. പക്ഷെ ഞാൻ പറയട്ടെ, അതൊക്കെ നല്ലതിനാണ്. റിലീജിയസ് ആയിട്ട് നിങ്ങളുടെ ഉപ്പ അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛൻ നിങ്ങളുടെ അമ്മ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നല്ലതിനാണെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. നല്ലതിനാണെന്ന് മാത്രം ചിന്തിച്ചാൽ മതി, വേറെ ഒന്നും ചിന്തിക്കണ്ട. നമ്മളോടൊക്കെ പറയുമ്പോൾ ദേഷ്യമാണ്. സ്റ്റുഡന്റ് നിലക്ക് ഞാനത് ഫേസ് ചെയ്യുന്നോണ്ട് പറയട്ടെ, ദേഷ്യം വരും, സ്വാഭാവികമായിട്ടും വരും. പക്ഷെ അതിങ്ങനെ വന്നുകൊണ്ടിരുന്നാൽ ഉള്ളില് ആ ദൈവത്തോടുള്ള സ്നേഹം, റബ്ബിനോടുള്ള സ്നേഹം, ആ റിലീജിയനോടുള്ളൊരു സ്നേഹം വന്നാൽ എന്താവുന്നറിയും, സ്വാഭാവികമായിട്ടും അത് നമ്മൾ മുഴുകി പോകും. മക്കളൊക്കെ നിസ്കരിക്കുന്നുണ്ടാകും. മക്കളോട് ചോദിക്കും, നീ ആർക്ക് വേണ്ടിയാ നിസ്കരിക്കുന്നേ, ആർക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കുന്നേ, ആർക്ക് വേണ്ടിയിട്ട്? ഫോഹും ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ആർക്ക് വേണ്ടി? അച്ഛനും അമ്മക്കും വേണ്ടിയിട്ടാണോ പ്രാർത്ഥിക്കുന്നത്? അല്ലെങ്കിൽ ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടിയിട്ടാണോ പ്രാർത്ഥിക്കുന്നത്? ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടിയിട്ടാണോ നിസ്കരിക്കുന്നത്? മക്കളെടുത്ത് ചോദിക്കാം. അതിനെല്ലാം മക്കളെ പഠിപ്പിക്കേണ്ടത് ആർക്ക് വേണ്ടിയിട്ട്? സ്വന്തമായിട്ട് ഒരു റിവാർഡ് അല്ലെങ്കിൽ കൂലി കിട്ടാൻ വേണ്ടിയിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന, ദൈവത്തോട് അല്ലെങ്കിൽ പടച്ചവനോട് നമസ്കരിക്കുന്ന രീതി മക്കളെ പഠിപ്പിക്കണം. ആരെ പേടിക്കണം, എന്തിന് ജീവിക്കുന്നു, ആർക്ക് വേണ്ടി ജീവിക്കുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് മക്കളിൽ ഇട്ടുകൊടുക്കണം. പടച്ചവനോട് പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എന്തിനു വേണ്ടിയിട്ട്? ഉത്തരം കിട്ടാൻ. ആർക്ക് വേണ്ടിയിട്ട്? ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടിയിട്ടാണോ? അച്ഛനമ്മക്ക് വേണ്ടിയിട്ടാണോ ഞാൻ നമസ്കരിക്കുന്നത്? അച്ഛനമ്മക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്നുള്ളതല്ല വേണ്ടത് നമുക്ക്. ആർക്ക് വേണ്ടിയിട്ട്? പടച്ച റബ്ബിന് വേണ്ടിയിട്ട് എന്നുള്ള തരത്തിലേക്ക് മാറണം. നിസ്കരിക്കാൻ നിങ്ങൾ 7 വയസ്സായ മുതൽ കുട്ടികളെ പറഞ്ഞോളൂ, നിസ്കരിക്കാൻ പറഞ്ഞോളൂ, നിങ്ങൾ ഒപ്പം തന്നെ നിർത്തി നിസ്കരിച്ചോളൂ. മക്കളുണ്ടാവും, പേരക്കുട്ടികളുണ്ടാവും, പേരക്കുട്ടികളുടെ ഒക്കെ പറഞ്ഞോളൂ, നിസ്കരിക്കാൻ പറയാൻ വന്നോളൂ. എന്റെ മോളെ എന്തെങ്കിലും എന്റെ മോനെ നിന്റെ കൂടെ വന്ന് നിസ്കരിച്ചോ. ഈ മക്കളൊക്കെ നിങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് ഈ ചെറിയ കുട്ടികളൊക്കെ ചിലപ്പോ അതേപോലെ ചെയ്യും. ചെറിയ കുട്ടികളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ നിസ്കരിക്കുമ്പോ നമ്മുടെ പുറത്തെ കയറിയിരിക്കും, നമ്മൾ ചെയ്യുന്ന അതേപോലെ ചെയ്യാനൊക്കെ ശ്രമിക്കും. അതൊക്കെ നല്ലതാ, അതൊക്കെ നല്ലതാ. അതിനൊക്കെ വേണ്ടെന്ന് അറിയൂ, അത് ശീലിപ്പിക്കുക എന്നുള്ളതാണ്. ആ ചെയ്യുന്ന സമയത്ത് നീ ചെയ്യണ്ടെന്ന് പറഞ്ഞ് പോവാനല്ല പറയേണ്ടത്, നീ അത് ചെയ്തോ മോളെ എന്ന് പറഞ്ഞ് അവളെ കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവാ. ഈ ഫാമിലിയൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇപ്പൊ നമുക്കറിയാം, ഫാമിലിയൊക്കെ ഇങ്ങനെ മെല്ലെ മെല്ലെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലെ. കുടുംബം ഇമ്പം വരുന്നതാണ് കുടുംബം എന്ന് പറയാറുണ്ട്. ഇത്രയും ബ്യൂട്ടിഫുൾ ആണ്. ഇപ്പൊ നിങ്ങളെ ഓരോരുത്തരെയും ഇവിടെ കുടുംബത്തോടെ കാണാൻ പറ്റിയില്ല, ഒരുപാട് സന്തോഷം. ഇങ്ങനെ കാണൽ കുറവാണ്. ഒന്നെങ്കിൽ ഒരേ പ്രോഗ്രാമിൽ പോയാൽ ചിലപ്പോൾ ആണുങ്ങൾ മാത്രം ഉണ്ടാവും, ചിലപ്പോൾ പെൺകുട്ടികൾ മാത്രം ഉണ്ടാവും, ചിലപ്പോൾ സ്റ്റുഡൻസ് മാത്രം ഉണ്ടാകും. ഇതെന്ന് പറയുമ്പോൾ കുട്ടികളുണ്ട്, സ്റ്റുഡൻസ് ഉണ്ട്, വാപ്പമാരുണ്ട്, ഉമ്മമാരുണ്ട്, എല്ലാരും കൂടി ഒരുമിച്ചുള്ള വേദിയാണ്. ഈ ഒരുമിച്ചുള്ള വേദിയില് നമ്മൾ ഒരു കുട്ടിയുടെ വിജയം എന്ന് പറയുന്നത് ആ കുടുംബം മൊത്തമാണ്. ആ കുടുംബം മൊത്തം എങ്ങനെയാ കുട്ടിയെ ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ് ആ കുടുംബത്തിന്റെ വിജയം എന്ന് പറയുന്നത്. നിസ്കരിക്കാൻ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ അല്ലെങ്കിൽ ഖുർആൻ ഓതാൻ പോകുന്ന സമയത്ത് മക്കളെടുത്ത് ചോദിക്കുക ആർക്ക് വേണ്ടിയിട്ട്. ചിലപ്പോൾ മക്കളൊക്കെ ഉപ്പാനും ഉമ്മാനും പേടിച്ച് നിസ്കരിക്കുന്നവരുണ്ടാകും. ഉപ്പ ഉമ്മ ചോദിക്കും, ഇതിൽ ഉപ്പ ഉമ്മ അതാക്കും ഇതാക്കും എന്ന് പറഞ്ഞ് പേടിച്ച് നമസ്കരിക്കുന്നവരുണ്ടാവും. അത് വേണ്ട. ആർക്ക് വേണ്ടിയിട്ട്? എനിക്ക് കൂലി കിട്ടാൻ വേണ്ടിയിട്ട്, റബ്ബിന് വേണ്ടിയിട്ട്. ആ ഒരു തരത്തിൽ എന്ത് ചെയ്യാം, മക്കളിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും മക്കൾ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അതൊരു 15, 16, 17 വയസ്സ് വരെ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. ഒരു 18ന്റെ മുകളിൽ പോയി അവരുടെ സ്റ്റൈലിലേക്ക് എത്തും. പക്ഷെ അവരുടെ സ്റ്റൈലിലേക്ക് എത്തുന്നത് എങ്ങനെയാണെന്നറിയോ? നിങ്ങൾ വളർത്തിയ സ്റ്റൈലിലായിരിക്കും, നിങ്ങൾ വളർത്തിയ രീതിയിലായിരിക്കും. എന്തെങ്കിലും പിഴവുകൾ ഉണ്ടെങ്കിൽ, ആ മക്കൾക്ക് എന്തെങ്കിലും തെറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, മക്കൾ എന്തെങ്കിലും തെറ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ വളർത്തിയ സ്റ്റൈലില്, ഞാൻ വളർത്തിയ രീതിയിൽ എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടോ ഒന്നൊന്ന് നോക്കുക.
ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മളെടുത്ത് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടോ? നമ്മളെടുത്ത് എന്തെങ്കിലും പിഴവുകൾ ഉണ്ടായിട്ടുണ്ടോ? ആ സമയത്ത് ഇരിക്കുന്ന ആലോചിക്കുക. അവിടെയാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ മക്കൾ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് വളർത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മക്കള് വലുതായിട്ടവരുണ്ടാവും, വലിയ മക്കളായിട്ടുണ്ടാവും. പക്ഷെ വലിയ മക്കളായിക്കോട്ടെ, അവർ നിങ്ങളെ സ്നേഹിച്ചോളൂ, ഒരു പ്രശ്നവുമില്ല. വലിയ മക്കളായിച്ചിട്ട് സ്നേഹിക്കാതിരിക്കൊന്നും വേണ്ട. വലിയ മക്കളായിട്ടും അവരെ സ്നേഹിക്കുക, അവരെ ലാളിക്കുക, അവർക്ക് വേണ്ടിയുള്ള ഹഗ് ചെയ്തു കൊടുക്കുക, അവർക്ക് വേണ്ടിയുള്ള പ്രശ്നങ്ങൾ കേട്ടു കൊടുക്കുക, അവർക്ക് വേണ്ടിയുള്ള സഹായങ്ങള്, നന്മ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അവിടൊക്കെ നിങ്ങളുടെ വിജയം വരും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ മക്കളെ നല്ല നിലയിലെത്തിയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കാൻ പറ്റും. ഞാൻ വളർത്തിയതിന്റെ പ്രൊഡക്റ്റ് ആണല്ലോ ഇത് എന്നുള്ളത്. ഞാൻ വളർത്തിയത് കൊണ്ടാണല്ലോ എന്റെ മകൾ അല്ലെങ്കിൽ മകൻ ഇങ്ങനെ ആയിത്തീർന്നത് എന്നുള്ളത്. സ്വന്തം ഇഷ്ടം എന്താണെന്ന് ചോദിക്കുക. ഞാൻ വീണ്ടും വീണ്ടും പറയാണ്, സ്വന്തം ഇഷ്ടം എന്താണെന്ന് ചോദിക്കുക അവരുടെ അടുത്ത്. ആ ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കി അവരെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ തയ്യാറാവുക എന്നുള്ളതാണ്. ഒരിക്കലും അടിച്ചേൽപ്പിക്കാതിരിക്കുക. നീ ഡോക്ടറായേ തീരൂ, നീ ടീച്ചറായേ തീരൂ, നീ എഞ്ചിനീയർ ആയേ തീരൂ, നീ ഞങ്ങൾക്ക് വേണ്ടി അത് ചെയ്യണം എന്ന് പറയുമ്പോൾ മക്കൾക്ക് പിന്നെ ആകെ സങ്കടമാവും. ചില മാതാപിതാക്കൾ വന്ന് പറയും, നീ അത് ചെയ്തോ, എനിക്ക് വേണ്ടിയിട്ടെങ്കിലും എന്റെ ജീവിതകാലം കഴിയണവരെങ്കിലും നീ ഡോക്ടറെ എനിക്ക് കാണണം എന്നൊക്കെ പറയും. ആ സമയത്തൊക്കെ മക്കൾക്ക് ഇത് ഒഴിവാക്കും വേണം. പിന്നെ ഉമ്മ ഇങ്ങനെ പറഞ്ഞും ചെയ്തു എന്നുള്ള തരത്തിലാവും. അതൊന്നും മാറ്റി വെച്ചിട്ട് എന്താണ് ഇഷ്ടം, അതിനു വേണ്ടി പോകാൻ വേണ്ടി അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അവസാനിപ്പിക്കുകയാണ്. ഒന്നുമില്ല, സ്നേഹിക്കാൻ പഠിക്കുക മക്കളെ, സ്നേഹിക്കാൻ പഠിക്കുക. ഞാൻ വീണ്ടും വീണ്ടും പറയാണ്, മക്കളെ സ്നേഹിക്കാൻ പഠിക്കുക. എനിക്ക് വേറെ ഇതൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷെ സ്നേഹം എന്നുള്ളത് വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പത്തെ കുട്ടികൾക്ക് വേണ്ടത് സ്നേഹം മാത്രമാണ്. രക്ഷിതാക്കളെ നൽകുക നിങ്ങളുടെ കയ്യിൽ നിന്നുള്ള സ്നേഹമാണ്. അത് ബ്യൂട്ടിഫുൾ ആവുന്ന എപ്പോഴാന്ന് വെച്ചാൽ നിങ്ങൾ അവരെ താങ്ങായി തണലായി അവരുടെ കൂടെ നിൽക്കുമ്പോഴാണ്. സ്റ്റുഡൻസിന്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത് വേറൊന്നുമില്ല, നിങ്ങൾ എന്ത് ചെയ്യാൻ, നിങ്ങളുടെ ഇഷ്ടം എന്താണെന്ന് മനസ്സിലായിക്കൊണ്ട് ഇപ്പൊ തന്നെ സ്റ്റഡീസിന്റെ കൂടെ എന്താണ് ഇഷ്ടം എന്നുള്ളത് മനസ്സിലായിക്കൊണ്ട് ഈ ഒരു പ്രായത്തിൽ തന്നെ ഇങ്ങനെ തുടങ്ങിക്കൊണ്ടേയിരിക്കുക. എന്താണ് എന്റെ ഇഷ്ടം, എന്റെ ഫ്യൂച്ചർ എവിടെ എത്തണം, ഞാൻ എന്തിലേക്കാണ് പോകേണ്ടത് എന്നുള്ളൊരു തോട്ട് ഓഫ് മൈൻഡ് നിങ്ങൾ തന്നെ നിങ്ങളിൽ ക്രിയേറ്റ് ചെയ്യാം. എന്റെ ഫ്യൂച്ചർ എവിടെയാണ്, എന്റെ ഫ്യൂച്ചറിൽ ഞാൻ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ള തോട്ട് ഓഫ് മൈൻഡ് വെച്ചുകൊണ്ട് ഇപ്പൊ തന്നെ അവർക്ക് വേണ്ട സപ്പോർട്ടുകൾ അങ്ങനെ നൽകിക്കൊണ്ടിരിക്കുക. കാരണം ഞാൻ ഈ വേദിയിൽ സംസാരിക്കുന്നത് പണ്ട് മുതൽ എനിക്ക് വേദികൾ കിട്ടിയത് കൊണ്ട് മാത്രമാണ്. ഈ വേദികൾ കിട്ടാൻ കാരണം എന്റെ മാതാപിതാക്കളാണ്. എന്റെ മാതാപിതാക്കള് എന്റെ സ്നേഹം എന്താണ് അല്ലെങ്കിൽ എന്റെ ഇഷ്ടം എന്താണെന്ന് മനസ്സിലായിക്കൊണ്ട് എനിക്ക് വേണ്ടിയുള്ള ചാൻസസ് അങ്ങനെ ഒരുക്കി തന്നു ചാൻസസ്. ആ ചാൻസസ് ഞാൻ ഉപകാരപ്പെടുത്തി ഈ വേദിയിൽ ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ സംസാരിക്കുന്നു. എന്റെ പാരന്റ്സിന്റെ പാരന്റിങ് സ്റ്റൈലാണ്. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ്. എന്ത് ചെയ്യാ, അവരെ സ്നേഹിക്കാൻ പഠിക്കുക, അവർക്ക് വേണ്ടിയുള്ള സപ്പോർട്ടുകൾ നിങ്ങൾ നൽകുക, പാരന്റ്സ് നൽകി. അപ്പോ നിങ്ങൾക്ക് നല്ലൊരു മക്കളെ ഇനി വരുന്ന ജനറേഷനിൽ നിങ്ങൾ കാണാൻ പറ്റും. ഇനിയുള്ള ലോകത്ത് വേണ്ടത് സ്കിൽസ് മാത്രമാണ്, കഴിവുകൾ മാത്രമാണ്. ഇനിയുള്ള ലോകത്ത് ഒരു ജോലിക്ക് പോലും സ്കിൽസ് ആണ് വേണ്ടത്, ഒരു ജോബിന് പോലും സ്കിൽസ് ആണ് വേണ്ടത്. സ്കിൽസ് ആണ് നോക്കുന്നത്, ആ കുട്ടിക്ക് ആ ജോബിനോടുള്ള കഴിവുകൾ എന്തൊക്കെയാണ്. ഒരു മാനേജർ ആണെന്നുണ്ടെങ്കിൽ ഒരു മാനേജിങ് പവർ അല്ലെങ്കിൽ ലീഡർഷിപ്പ് ക്വാളിറ്റി. ആ സമയത്തൊരു തീരെ മിണ്ടാത്ത അല്ലെങ്കിൽ തീരെ ഒന്നിനും കഴിയാത്ത അല്ലെങ്കിൽ ലൈക്ക് മാനേജിങ് പവർ ഇല്ലാത്ത അല്ലെങ്കിൽ ലീഡർഷിപ്പ് ക്വാളിറ്റി ഇല്ലാത്ത ഒരു കുട്ടിയെ പെട്ടെന്ന് കൊണ്ടുപോയി മാനേജർ ആക്കിയിട്ട് കാര്യമില്ല. ഒരു ഡോക്ടർ ആണെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക്, ഡോക്ടർമാരെന്ന് പറയുമ്പോൾ മക്കളെ പഠിപ്പിക്കുന്നുണ്ട് വെറും ഡോക്ടർ മാത്രമല്ല, ഒരു പാവപ്പെട്ട ഒരു വ്യക്തി മുൻപിലേക്ക് വരുന്ന സമയത്ത് ഞാൻ നോക്കാം അല്ലെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടിയുള്ള ക്യാഷ് എന്റെ പോക്കറ്റിൽ നിന്ന് ഞാൻ ഇടാം എന്ന് പറഞ്ഞു വരുന്ന മക്കളെ നിങ്ങൾ വാർത്തെടുക്കണം. അങ്ങനത്തെ നല്ല ജനറേഷനിലെ ഡോക്ടർമാരെ നിങ്ങൾ വളർത്തിയെടുക്കണം. ആരെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും ക്യാഷ് തീരെ ഇല്ലാതെ അല്ലെങ്കിൽ പാവപ്പെട്ടൊരു വ്യക്തി നിങ്ങളുടെ മുൻപിലേക്ക് അല്ലെങ്കിൽ ആ ഡോക്ടറുടെ മുൻപിലേക്ക് വരുന്ന സമയത്ത് ഞാൻ സഹായിക്കാം, എന്റെ പോക്കറ്റിൽ നിന്ന് ഞാൻ ക്യാഷ് എടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആ പാവപ്പെട്ട വ്യക്തിയെ സഹായിക്കുന്ന നല്ല ഡോക്ടർമാരെ വളർത്തിയെടുക്കണം. അല്ലാതെ ഒരു പാവപ്പെട്ട വ്യക്തി വരുന്ന സമയത്ത് ഞാൻ സഹായിക്കൂല, നീ എങ്ങനെയെങ്കിലൊക്കെ വേറെ ഹോസ്പിറ്റലിൽ പോയിക്കോ എന്ന് പറയുന്ന തരത്തിലാവരുത്. ഞാൻ സഹായിക്കാം എന്ന് പറയുന്ന നല്ല നല്ല ഡോക്ടർ നിങ്ങൾ വാർത്തിയെടുക്കണം. ടീച്ചേഴ്സ് ആയിക്കോട്ടെ, മക്കള് കഴിവുകളില്ലാന്നുണ്ടെങ്കിൽ ആ കഴിവുകൾ വാർത്തിയെടുക്കുന്ന നല്ല ടീച്ചേഴ്സിനെ വാർത്തിയെടുക്കണം. കഴിവില്ലാത്ത സമയത്ത് അവരൊരിക്കലും തള്ളി പറയരുത്. എന്തെങ്കിലും കഴിവില്ലാത്ത കുട്ടിയെ കാണുമ്പോൾ നമ്മൾ തള്ളി പറയാറുണ്ട്.
ഇതൊന്നിനും കൊള്ളൂല. ചിലപ്പോ പാരന്റ്സിനെ ഞാൻ ചിലക്ക് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഫാമിലിയിൽ എല്ലാരും കൂടി കൂടുന്ന സമയത്ത് ചില കുട്ടികൾ ഇങ്ങനെ മുന്നില് എല്ലാരും അമ്മായിയും എല്ലാരും ഇങ്ങനെ ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ടാവും. ആ കുട്ടിയെ മുന്നിൽ വന്നിട്ട് ആണ്ട് ചീത്ത പറയും. ഇവരൊന്നിനും കൊള്ളൂല, പഠിക്കൂല, പാടൂല, ഒന്നിനും കൊള്ളാത്ത ഒരു കുട്ടിയാന്ന് പറയും. ഈ ഒന്നിനും കൊള്ളാത്ത കുട്ടിയാന്ന് ആ കുട്ടിയുടെ മുന്നിൽ ആ പരസ്യമായിട്ട് പറയുന്ന സമയത്ത് ആ കുട്ടിയുടെ ഉള്ളിൽ ഉണ്ടാവുന്ന വേദനയുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ ചിലപ്പോ രസമായിട്ട് പറയും മക്കളുടെ മുന്നില്, നമ്മൾ രസമായിട്ട് കാണും. അത് എല്ലാരും കൂടി കുടുംബസമേതം ഇരിക്കുന്ന സമയത്ത് നടുവിൽ നിർത്തിട്ട് ആ കുട്ടിയെ കുറിച്ചുള്ള കുറ്റം പറയും. പഠിക്കൂല, ഒന്നിനും ഉപകാരമില്ലാത്തൊരു കുട്ടിയാന്ന് പറയും. ആ പറഞ്ഞ സമയത്ത് ആ കുട്ടിയുടെ ഉള്ളിൽ ഉണ്ടാവുന്ന വേദനയുണ്ട്, ഒരു ദേഷ്യമുണ്ട് അവരുടെ അടുത്ത് തന്നെ. എനിക്കൊന്നിനും കഴിയൂല എന്നുള്ള തോന്നൽ ആ കുട്ടിക്ക് അപ്പം മുന്നിലുണ്ടാകും. അതിനുള്ള ഒരു ചാൻസ് നിങ്ങൾ ഒരുക്കി കൊടുക്കരുത്. എല്ലാവരും കൂടി ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ മക്കളെ കുറിച്ച് പൊക്കി പറഞ്ഞു, എന്റെ മോൻ ഇതാണ്, അല്ലെ എന്റെ മോൾ ഇതാണ്, എന്റെ മോൾക്ക് ഇത്ര ഇന്ന കഴിവുകളുണ്ട് എന്നെങ്ങനെ പറഞ്ഞു നോക്കൂ നിങ്ങള്. ആ മക്കൾക്ക് എന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ടാകും. നമ്മൾ ചെയ്യുന്നത് നേരെ തല തിരിച്ചിട്ടാ. മറ്റേ കുട്ടികളോട് ചൂണ്ടിട്ട് പറയും, നോക്ക് അവനെ നോക്ക്, അവന് നിന്നെക്കാൾ ഇത്രങ്ങാനും കഴിവുകളുണ്ട്, അവൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ എന്നെ ചൂണ്ടിട്ട് തന്നെ ഒരുപാട് രക്ഷിതാക്കൾ പറയാറുണ്ട് സ്വന്തം മക്കളോട്, മിൻഹയെ കണ്ട് പഠിക്കും, മിൻഹ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പറയും. മിൻഹയെ കണ്ടൊന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല, മിൻഹയെ കണ്ടല്ല നിങ്ങൾ പഠിക്കേണ്ടത്. മക്കളുടെ ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കി മക്കളെ സ്വന്തം പഠിപ്പിക്കാൻ നിങ്ങൾ തയ്യാറാകും. മിൻഹയെ കണ്ട് നിങ്ങൾ പഠിക്കണ്ട. മിൻഹയെ കണ്ട് ഒരു പഠിക്കാൻ വേണ്ടിയിട്ട് എന്റെ പാരന്റ്സ് ഒരിക്കലും വേറെ കുട്ടിയെ ചൂണ്ടിയിട്ട് നീ അവരെ കണ്ട് പഠിക്കുന്നുണ്ട് എന്റെ ഒരു പാരന്റ്സിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് മിൻഹ ഈ നിലയിൽ നിൽക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ഒരിക്കലും എന്നെ കണ്ട് പഠിക്കാനും നിങ്ങളടുത്ത് മക്കളടുത്ത് പറയണ്ട. അവരെന്താണുള്ളത് അവരായി തീരണം. അതൊരിക്കലും മറ്റുള്ള കണ്ടിട്ട് ഇൻസ്പയർ ആകാം. ആ കുട്ടിയെ കണ്ട് പഠിക്കാം, ആ കുട്ടി നല്ല രസമുണ്ട്, ആ കുട്ടി സംസാരിക്കുന്ന രീതി നല്ല രസമുണ്ട്, അങ്ങനെ ഇൻസ്പയർ ആകാം. പക്ഷെ അതല്ലാതെ ആ കുട്ടി ചെയ്യുന്ന പോലെ ചെയ്യണം എന്നുള്ള തരത്തിലാകരുത്. കാരണം സംസാരിക്കാൻ ഒട്ടും ഇഷ്ടമില്ലാത്ത കുട്ടിയായിരിക്കും നിങ്ങൾ ചിലപ്പോൾ മിൻഹയെ ചൂണ്ടിയിട്ട് മിൻഹയെ പോലെ സംസാരിക്കുക എന്ന് പറയുന്നത്. അതിൽ കാര്യമില്ല. നേരം തിരിച്ചിട്ട് ആ കുട്ടി എന്താണെന്നുള്ളത് ആ കുട്ടി തന്നെ മനസ്സിലാക്കി ആ കുട്ടിയുടെ കഴിവുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അങ്ങനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കുടുംബത്തിലൊക്കെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ മക്കളെ കുറിച്ച് നിങ്ങൾ നടുവിലെടുത്തിട്ട് നിങ്ങൾ മക്കളെ കുറിച്ച് പൊക്കി പറഞ്ഞോളൂ. ചിലപ്പോൾ നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. നല്ല മാർക്ക് കിട്ടി ആ മക്കള് മുന്നിൽ തന്നെ പറഞ്ഞു നോക്കുങ്ങൾ, അവരുടെ ഉള്ളിലുണ്ടാവുന്ന സന്തോഷമുണ്ട്. എന്റെ ഉമ്മ അല്ലെങ്കിൽ എന്റെ ഉപ്പ എന്നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, എന്റെ ഉമ്മ എന്നെ കുറിച്ച് ഇന്ന കാര്യങ്ങൾ എന്റെ ഉപ്പ എന്നെ കാരണം ഞാൻ കാരണം അഭിമാനിക്കുന്നെന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ ഉള്ളിലുണ്ടാകുന്ന സന്തോഷമുണ്ട്. കുറ്റം പറയാൻ പകരം ആ കുട്ടിയെ കുറിച്ച് പരസ്യമായിട്ട് കുറ്റം പറയാൻ പകരം ആ കുട്ടിയെ കുറിച്ച് പരസ്യമായിട്ട് നല്ല കാര്യങ്ങൾ ഷെയർ ചെയ്യും. അപ്പോഴാണ് ആ കുട്ടിയുടെ ഉള്ളിൽ ഉപ്പാക്കിനോട് സ്നേഹമുണ്ടല്ലേ, ഉമ്മാക്കിനോട് സ്നേഹമുണ്ടെന്നല്ലേ എന്നൊരു തോട്ട് താനേ വരുന്നത്. അതെല്ലാവർക്കും സാധിക്കും, സാധിക്കാത്തതൊന്നുമല്ല. എനിക്ക് നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ മാത്രം മതി. നിങ്ങളെ മക്കളൊക്കെ എന്ന് പറയുന്നത് ഒരു നിധിയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ഓരോരുത്തരുടെ മക്കളും നിധിയാണ്. ആ നിധിയായ മക്കൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ വാർത്തെടുക്കണം. വളർത്തലല്ല വേണ്ടത്, വാർത്തെടുക്കണം. ഈ ലോകത്തിൽ ഉപകാരപ്പെടുന്ന നല്ല മക്കളായിട്ട് വാർത്തെടുക്കണം. വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് എന്താണ്, ഇവിടെ ഇരിക്കുന്ന ഓരോ രക്ഷിതാക്കളാണ്. നിങ്ങളെ സ്റ്റൈലാണ്, നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കുന്നു, നിങ്ങൾ ഏതിലൂടെയാണ് നിങ്ങളുടെ മക്കളെ വാർത്തുന്നത്, അവിടെയാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും വിജയം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് സാധിക്കണം. ഈ ലോകത്തേക്ക് എനിക്ക് വേണ്ട നല്ല നല്ല മക്കളെയാണ് വാർത്തെടുക്കണം. നിങ്ങൾ ആ നല്ല നല്ല മക്കളെ വാർത്തെടുക്കലാണ് നിങ്ങളുടെ ബാധ്യത എന്ന് പറയുന്നത്. അതിന് ഓരോ രക്ഷിതാക്കൾക്കും കഴിയട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുകയാണ്. വൈൻഡപ്പ് ചെയ്യാണ്. സന്തോഷായി, ഒരുപാട് സന്തോഷം. ഒരുപാട് ഫാമിലിയെ ഒരുപാട് ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെ കിട്ടുന്നത് കേട്ടോ. സത്യമായിട്ടും പറയാലോ, ഞാൻ സ്റ്റുഡൻസിന് ഒറ്റയ്ക്ക് വേണ്ടി ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒന്നെങ്കിൽ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ക്ലാസ്സസിന് ഒറ്റയ്ക്ക് വേണ്ടി ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട്, ഉമ്മമാർക്ക് മാത്രമായിട്ട് ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട്. പക്ഷെ ഇവിടെ എല്ലാവരും ഉണ്ട്, ഫാമിലി ഒന്നിച്ചുണ്ട്. ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്, ഗ്രാൻഡ് പാരന്റ്സ് ഉണ്ട്, ലൈക്ക് എല്ലാരും കൂടി ഒരുമിച്ചുള്ള ഒരു വേദിയാണത്. അതുകൊണ്ട് തന്നെ പബ്ലിക്കലി പറയാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. മക്കളെ പരസ്യമായിട്ട് കുറ്റം പറയരുത്. പരസ്യമായിട്ട് നിങ്ങൾ അവരെ കുറിച്ച് പൊക്കി പറയും. അവരുടെ കഴിവുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഈ സമയത്തൊക്കെയാണ് മക്കളുടെ കോൺഫിഡൻസ് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഞാൻ സത്യമായിട്ടും പറയാണ്, എന്റെ മാതാപിതാക്കളെ കുറിച്ച് ഞാൻ ഈ വേദിയിൽ ഒരുപാട് പൊക്കി പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അത്രയും സന്തോഷമുള്ളൂ. കാരണം ഞാൻ ഈ വേദിയിൽ അവരെ കുറിച്ച് പൊക്കി വരാൻ കാരണം ആ പണ്ട്
ഞാൻ എന്റെ ചെറുപ്പകാലത്ത് എന്റെ പാരന്റ്സിനെ കുറിച്ച് നന്നായിട്ട് പൊക്കി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാനൊരു 5ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് അല്ലെങ്കിൽ 2ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ എന്റെ പാരന്റ്സ് എന്റെ ഫാമിലീസിലൊക്കെ എന്നെ കുറിച്ച് പൊക്കി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ വേദിയിൽ നിൽക്കുമ്പോ ഇനി എത്ര വേദിയിൽ നിന്നാലും ഞാൻ അവരെ കുറിച്ച് എത്ര വേണേലും പൊക്കി പറയും. കാരണം ആ സ്റ്റൈലാണ്. ഒരിക്കലും എന്റെ പാരന്റ്സ് പരസ്യമായിട്ട് എന്നെ വെച്ച് കുറ്റം പറഞ്ഞിട്ടില്ല. ആ കുറ്റം പറഞ്ഞ ഉള്ളിലുണ്ടാവുന്ന വേദന എന്ന് പറഞ്ഞ ചില്ലറയല്ല. മാതാപിതാക്കളുടെ ഒക്കെ മക്കൾക്ക് ദേഷ്യം വരും. എന്ത് ചെയ്യാ? മക്കളെ സ്നേഹിക്കാൻ പഠിക്കുക. നിങ്ങളെ മക്കളെ ചേർത്ത് പിടിക്കുക. മക്കളെ നിങ്ങളുടെ സ്വന്തം മക്കളാണ്. ആ മക്കൾ എന്ത് ചെയ്യാ? സ്നേഹിക്കാനും ചേർത്ത് പിടിക്കാനും അവരെ നല്ല രീതിയിൽ വാർത്തെടുക്കാനും നിങ്ങൾക്ക് പറ്റണം. വാർത്തെടുക്കാൻ പറ്റട്ടെ. ഈ ലോകത്തിൽ ഉപകാരപ്പെടുന്ന നല്ല ഡോക്ടർമാരെയും നല്ല ടീച്ചർമാരെയും നല്ല എഞ്ചിനീയർമാരെയും നല്ല സ്പീക്കർമാരെയും നിങ്ങൾ വാർത്തെടുക്കണം. ലോകത്തിൽ ഉപകാരപ്പെടുന്ന മക്കളാക്കി മാറ്റി തീർക്കണം. എല്ലാവർക്കും പറ്റട്ടെ. അതിനു വേണ്ടിയിട്ട് വേണ്ടത് ആ മക്കളെ വാർത്തെടുക്കാൻ വേണ്ടി തയ്യാറാവേണ്ടത് നിങ്ങൾ ഓരോരുത്തരാണ്. വീണ്ടും വീണ്ടും പറയാണ് മക്കളെ സ്നേഹിക്കാൻ പഠിക്കുക. നിങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മക്കളെ ചേർത്ത് പിടിക്കുക. മക്കൾക്കൊരു തണലായി മാറുക. നിങ്ങളാണ് അവരുടെ കംഫർട്ട് സോൺ എന്ന് പറയുന്നത്. ഈ ബോയ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട്സ് ഉള്ള സമയത്ത് നമ്മൾ പറയും, ഗേൾ ഫ്രണ്ട്സിനും ബോയ് ഫ്രണ്ട്സ് എന്ന സമയത്ത് ഇയാണ് എന്റെ കംഫർട്ട് സോൺ, എന്റെ അടുത്ത് മാത്രമേ ഞാൻ ഷെയർ ചെയ്യാവുള്ളൂ എന്ന് പറയാറുണ്ട്. ആ ഷെയർ ചെയ്യുന്ന വ്യക്തി ഓരോരുത്തരും നിങ്ങളായി തീരണം. പിന്നെ ആ കുട്ടിക്ക് ഒരു ബോയ് ഫ്രണ്ട് എന്നുണ്ടെങ്കിൽ ആ കുട്ടി ഓരോ കാര്യങ്ങൾ ആ ബോയ് ഫ്രണ്ടിനോട് ഓപ്പൺ ആയി പറയുന്ന സമയത്ത് അതല്ല വേണ്ടത്. ആ ബോയ് ഫ്രണ്ടിന്റെ ആ സ്ഥാനം എന്ത് ചെയ്യണം? നിങ്ങൾ ഓരോരുത്തരും ഏറ്റെടുക്കണം. അത് ഏറ്റെടുക്കാൻ വേണ്ടി നിങ്ങൾ അവരുടെ അടുത്ത് സ്നേഹം പ്രകടിപ്പിക്കണം എന്നത് മാത്രമാണ്. പ്രേമത്തിലേക്ക് ചാടുന്ന സമയത്ത് ഒന്നാലോചിക്കുക, ഞാൻ എന്റെ മകൾക്ക് അല്ലെങ്കിൽ എന്റെ മകൻക്ക് എനിക്ക് വേണ്ടിയുള്ള സ്നേഹം ഞാൻ കൊടുക്കുന്നുണ്ടോ? ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കൊടുത്താൽ മതി. കൊടുക്കുന്നുണ്ടോ? മനസ്സിലാക്കിയാൽ മതി. വേറൊന്നുമില്ല. സിമ്പിളാണ്. സ്നേഹിക്കാൻ പഠിക്കുക. മക്കളെ ചേർത്ത് പിടിക്കുക. തണലായി അവർക്കൊരു കംഫർട്ട് സോണായി മാറാൻ സാധിക്കുക. അവർക്ക് വേണ്ട സപ്പോർട്ട്, ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കി അവരെ സപ്പോർട്ട് ചെയ്യുക. എന്താണ് അവരുടെ താല്പര്യം? ഈ ലോകത്ത് ഉപകാരപ്പെടുന്ന മക്കളാവണമെന്നുണ്ടെങ്കിൽ അവരിഷ്ടപ്പെട്ട രീതിയിൽ നിങ്ങൾക്ക് അവരെ സന്തോഷിച്ച് കാണണമെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട സപ്പോർട്ടുകൾ, അവർക്ക് ഇഷ്ടപ്പെട്ട പാഷൻ ഉണ്ടായിരിക്കും, ഇഷ്ടമുണ്ടായിരിക്കും. അതിനു വേണ്ട സപ്പോർട്ട് നൽകിയിട്ട് അവർ അതിലൊരു ജോലി നേടാൻ സഹായിക്കുക എന്നുള്ളത് മാത്രമാണ്. ഒരിക്കലും അവരെ കമ്പൽ ചെയ്യാതിരിക്കുക. നീ അതായി തീരണം, നീ അതായി തീർന്നേ പറ്റൂ എന്നുള്ളത് മാറ്റിവെച്ചിട്ട് നിന്റെ ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കി അത് നല്ലതാണെന്നുണ്ടെങ്കിൽ അതിനു വേണ്ട സപ്പോർട്ട് രക്ഷിതാക്കളെ നൽകുക. നിങ്ങൾ ഓരോരുത്തരും നൽകുക. നല്ല മാതാപിതാക്കളായി തീരുക. മാതാപിതാക്കൾ, ഒരു കുട്ടിയുടെ പാരന്റിംഗ് എന്ന് പറയുന്നത് ആ കുട്ടിയുടെ ഉമ്മ മാത്രമല്ല, പാപ്പന്മാർക്കും ബാധകമാണ്. ഇവിടെ ഇരിക്കുന്ന ഉപ്പമാർക്കും അത് ബാധകമാണ്. അത് ബാധകമായി തീരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ഫാമിലി ആയിട്ട് മുന്നോട്ട് പോകണം. ഫാമിലി ആയിട്ട്. പാരന്റിംഗ് എന്ന് പറയുന്നത് ഉമ്മയുടെ മാത്രം, ഞാൻ ഉമ്മ മദ്രസ എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ഉമ്മയുടെ മാത്രം ബാധ്യത മാത്രമല്ല, അത് ഉപ്പമാരുടെയും ബാധ്യത കൂടിയാണ്. ഫാമിലി ആയിട്ട് മക്കളെ നല്ല രീതിയിൽ മുന്നോട്ട് വളർത്തുക. അവരെ ലോകത്ത് ഉപകാരപ്പെടുന്ന നല്ല മക്കളാക്കി വളർത്തുക എന്നുള്ളതാണ്. ഞാൻ വീണ്ടും വീണ്ടും പറയാണ്, സ്നേഹിക്കാൻ പഠിക്കുക. വേറെ പറയണ്ടേ, പക്ഷെ ഇതിങ്ങനെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പത്തെ ജനറേഷന് വേണ്ട നിങ്ങൾ ഓരോരുത്തരും മക്കളെ സ്നേഹിക്കുക എന്നുള്ളത് മാത്രമാണ്. സ്നേഹിക്കാൻ പഠിക്കുക. മക്കളെ ഗ്രാറ്റിറ്റ്യൂഡ് പഠിപ്പിക്കുക, നന്ദി പറയാൻ പഠിപ്പിക്കുക, മക്കളെ ഫൊർഗീവ്നെസ് പഠിപ്പിക്കുക, പുറത്തു കൊടുക്കാൻ പഠിപ്പിക്കുക, മക്കളെ സ്നേഹിക്കാൻ പഠിപ്പിക്കുക. കൊടുത്താൽ തിരിച്ചു കിട്ടാത്തതാണ് യഥാർത്ഥ സ്നേഹം എന്ന് പഠിപ്പിക്കുക. അതായത് എന്തെങ്കിലും നന്മ കാര്യം ചെയ്താൽ എനിക്കത് ചെയ്തു കൊടുത്താൽ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ, തിരിച്ചൊന്നും ഞാനിത് ഏൽക്കുന്നില്ല, എനിക്ക് ദൈവം തരും, എനിക്ക് പടച്ച റബ്ബ് എനിക്ക് ഇഹ്ലോകത്ത് പോയിട്ട് അല്ലെങ്കിൽ ആ സമയത്ത് എനിക്ക് അനുഗ്രഹം തരും എന്നുള്ള മനസ്സോടുകൂടി മക്കളെ സ്നേഹിക്കാൻ പഠിപ്പിക്കുക. ആരെങ്കിലും ഒരാൾ പെട്ടെന്ന് സഹായം ചോദിച്ചു വരാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ സ്നേഹിക്കാനുള്ള മനസ്സ് മക്കളുടെ എടുത്തു കൊടുക്കുക. ഇത് കംപ്ലീറ്റ്ലി പാരന്റിംഗ് ആയിരുന്നു. രക്ഷിതാക്കൾക്ക് വേണ്ടിയിട്ട്, മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് മക്കളെ എങ്ങനെ വാർത്തെടുക്കണം, എന്റെ മാതാപിതാക്കളെ എങ്ങനെ വാർത്തെടുത്തു എന്നുള്ളത് കംപ്ലീറ്റ് ആയി അതിൽ പറഞ്ഞിട്ടുണ്ട്. നിസ്കരിക്കുന്നില്ലെങ്കിൽ സ്വർഗത്തെ കുറിച്ച് വർണ്ണിച്ചു കൊടുക്കും നിങ്ങൾ. നരകത്തെ കുറിച്ച് ചീത്ത കാര്യങ്ങൾ പറയാതെ, നരകത്തെ കുറിച്ച് അതും ഇതും പറയാതെ, നരകത്തെ കുറിച്ചല്ല പറയേണ്ടത്, സ്വർഗത്തെ കുറിച്ച് വർണ്ണിച്ചു കൊടുത്ത് ആ മക്കളിൽ ഒരു ഇഷ്ടമുണ്ടാക്കി. നിങ്ങള് ആർക്ക് വേണ്ടി ജീവിക്കുന്നു, ആരെയാണ് ഞാൻ വിശ്വസിക്കേണ്ടത് എന്നുള്ളത്, ഏത് ദൈവമായിക്കോട്ടെ, ഏത് റിലീജിയൻ ആയിക്കോട്ടെ, ഏത് ദൈവമായിക്കോട്ടെ, ആ ദൈവത്തിന് വേണ്ടി ഞാൻ വിശ്വസിക്കുന്നു, ആ ദൈവത്തിന് വേണ്ടി ഞാൻ ജീവിക്കുന്നു, ആ ദൈവമാണ് ഞാൻ വിശ്വസിക്കുന്ന ദൈവം എന്നുള്ള മനസ്സ് കുട്ടികളിൽ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. അവിടെയാണ് വിജയിക്കുന്നത്. ഇനി ഓരോരുത്തർക്കും പറ്റണം, സാധിക്കണം എന്നുള്ളത് മാത്രമാണ്.
നിസ്കരിക്കുന്നില്ല, ഓതുന്നില്ല, തട്ടമിടുന്നില്ല, ഞാൻ പറഞ്ഞ പോലെ കേൾക്കുന്നില്ല, പറയേണ്ടത് വേറൊന്നുമില്ല. ഇനി അവർക്ക് ബോധം വരണം. ഒരു ടീനേജ് കഴിഞ്ഞ പിന്നെ അവർക്ക് ബോധം വരണം. ടീനേജ് വരെ നിങ്ങളുടെ പ്രായമായിരുന്നു. ഒരു 7 വയസ്സ് മുതൽ നിങ്ങൾക്ക് തുടങ്ങാമായിരുന്നു. ഏത് റിലീജിയൻ ആയിക്കോട്ടെ, ഇസ്ലാം മാത്രമല്ല, മുസ്ലിം മാത്രമെന്നല്ല, ഏത് റിലീജിയൻ ആയിക്കോട്ടെ, റിലീജിയസ് ആയിട്ടുള്ള സംഭവങ്ങൾ 7 വയസ്സ് മുതൽ തുടങ്ങിയാൽ നിങ്ങൾക്ക് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ലൈഫ് ലോങ് കുട്ടിയുടെ മുന്നിൽ കാണാൻ പറ്റും. തെറ്റിലേക്ക് പോകാതെ നല്ല നേർവഴിയുള്ള കുട്ടി മുന്നോട്ട് പോകുന്നത് മാത്രമാണ്. നിർത്തുന്നു, കുറെ നേരം നിർത്തുന്നു പറയുന്നുണ്ട്. എന്തായാലും ഒരുപാട് സന്തോഷം നിങ്ങൾ ഓരോരുത്തരെയും ഒരുമിച്ച് കാണാൻ സാധിച്ചതിലും. നല്ല മക്കളെ വാർത്തെടുക്കാൻ ഓരോരുത്തർക്കും പറ്റട്ടെ. ഇത്രയും സമയം നിങ്ങൾ കേട്ടിരുന്നതിൽ ഒരുപാട് നന്ദി. ഈ വേദി ഒരുക്കി തന്ന KMCC നടുക്കര KMCCക്ക് ഒരുപാട് നന്ദി. KMCC നമുക്കറിയാം ഒരുപാട് നല്ല നല്ല സേവനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന, ഒരുപാട് കാലമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. നന്മ പ്രവർത്തനങ്ങളും ഒരുപാട് പേർക്ക് കൈത്താങ്ങായിട്ടും ഒരുപാട് പേർക്ക് സഹായമായിട്ടും വളർന്നാണ് KMCC എന്ന് പറയുന്നത്. ഒരുപാട് സന്തോഷം നിങ്ങൾ എന്നെ ഇവിടെ ക്ഷണിച്ചതിലും. നടുക്കര KMCCക്ക് ഒരുപാട് നന്ദി. ഇവിടെ നിങ്ങളായിട്ട് സംവദിക്കാൻ പറ്റിയതിലും ഇനിയും ഇൻഷാ അല്ലാഹ് നിങ്ങളായിട്ട് സംസാരിക്കാൻ വേണ്ടി എത്തുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു. ജസാക്കല്ലാഹു ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.